വയനാട് മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന നാഗർഹോള ഭാഗത്തേക്ക് നീങ്ങുന്നു. നിലവിൽ ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള വനമേഖലയിൽ നിന്ന് ബേലൂർ മഗ്ന എന്ന യാനയുണ്ടെന്നാണ് നിഗമനം. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിന് കുങ്കിയാനകളെ ചാലിഗതിയിലെത്തിച്ചു. സജോ ദേവസ്യ വീണ്ടും ചേരുന്നു. സജോ, ഇത് എപ്പോഴാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? വിവരങ്ങൾ പറയൂ. സജോ, ഈ ആനയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞോ? എങ്ങനെയാണ് ഈ വിവരം കിട്ടിയിരിക്കുന്നത്? പറയൂ. നിലവിൽ റേഡിയോ കോളറിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സിഗ്നൽ വഴി ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഇതിനകം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപമുള്ള സ്ഥലമാണ്. ഇത് നേരെ എതിർഭാഗത്ത് കാണുന്നത് വനമേഖലയാണ്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്, അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഭാഗത്തു കൂടി ആന ഈ നേരത്തെ ചാലിഗദ്ദയിലാണ് കൊല്ലപ്പെട്ട അജിയുടെ ഉൾപ്പെടെ വീട്. അതിനുശേഷം നീങ്ങിയിട്ടുള്ളത് ഈ ചേലൂർ ഭാഗത്തേക്കാണ്. പിന്നീട് മണ്ണുണ്ടി കോളനിയുടെ സമീപത്തു കൂടി വനമേഖലയിലേക്ക് നീങ്ങി നേരെ കർണാടക ഭാഗത്തേക്കുള്ള നാഗർഹോളം വന്യജീവി സങ്കേത ഭാഗത്തേക്കാണ് നീങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. അതിൻ്റെ അപ്ഡേറ്റഡ് സിഗ്നൽ കൂടി ലഭ്യമായാൽ അത് സംബന്ധിച്ച് കുറെ കൂടി വ്യക്തത വരും. അത് തന്നെയാണ്. അപ്പോൾ നേരത്തെയും വനം വകുപ്പ് മന്ത്രിയും നേരത്തെ വിശദീകരിച്ചത്, കാട് കയറിയിട്ടുണ്ട് ആന. അതേസമയം ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നിരീക്ഷണവും RRT സംഘം ഉൾപ്പെടെ നിരീക്ഷണവും തുടരുന്നുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മയക്കുവെടി വെക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇപ്പോൾ ഉൾവനത്തിലാണ് ആനയുള്ളത് എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവഴിയാണ് ആന കടന്നു പോയിട്ടുള്ളത് എന്നതാണ് നിഗമനം. ഇവിടെ ഈ ഉദ്യോഗസ്ഥ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക്, അതായത് ഈ റേഡിയോ കോളർ സിഗ്നലുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തിരികെ വരുന്നുണ്ടോ എന്നത് ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ പക്ഷേ കർണാടക റിസർവ് വനത്തിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് നാഗർഹോളം വന്യജീവി സങ്കേതം. അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടെന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇവിടെ പക്ഷേ ഇതും ഈ വനമേഖലയോട് തൊട്ട് ചേർന്നുള്ളതും ജനവാസ മേഖലയാണ്. നമുക്കിവിടെ കാണാം, ഇത് ഒരു ജനവാസ മേഖലയാണ്. അതും ഒരുപക്ഷെ ഈ മേഖല വഴി കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരികെ വരുമോ, ഏതെങ്കിലും തരത്തിൽ തിരികെ വരുമോ മറ്റു സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിവിടെയുള്ള ആളുകൾ, ഇതൊരു ജനവാസ മേഖല തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരെ എതിർഭാഗത്ത് കാണുന്നത് അത് വനമേഖലയാണെങ്കിലും അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് നീങ്ങിയാൽ അത് വന്യജീവി സങ്കേത പരിസരത്തേക്കാണ് പോവുക. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ജനവാസ മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. അതേസമയം അത് തിരികെ വരുന്ന സാഹചര്യമോ മറ്റോ ഉണ്ടായാൽ സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇതെല്ലാം ഈ വനമേഖലകളോട് ചേർന്നുള്ള മേഖലകളാണ്. ഇവിടെ ധാരാളം ആളുകൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് വീടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതെ, ഒത്തിരി വീടുകളുണ്ട്, കോളനികളാണ്. 40 കുടുംബക്കാരുള്ള കോളനി. ഇതിലായിട്ട് ആന ഇറങ്ങാറുണ്ട്. ഇതിന്റെ പുറകുവശത്ത്, വീടിന്റെ പുറകുവശത്തെല്ലാം വനമാണ്. ഇതിൽ വെച്ച് ചില ഇവിടെ ഇതിന്റെ പുറകുവശത്തൊക്കെ എല്ലാ വനമാണ്. അതിൽ കടന്നു പോയി അറിയത്തില്ല. പുറകുവശത്ത് കൂടെ പോകാനുള്ളതാണോ സാധ്യത? അതായത് വീടിന്റെ പുറകുവശത്ത് കൂടെ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഈ ആനപ്പാത പോലെയൊക്കെ നേരത്തെ ആന ഇറങ്ങി പോകുന്ന വഴി, ഇറങ്ങി പോകുന്ന വഴിക്കാണ്. അതുവഴി നേരെ പിന്നെ ഈ വനത്തിലേക്കാണ്. പിന്നെ കർണാടകയിലായി. ഇവിടുന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടക വനമായി. പിന്നെ അങ്ങോട്ടേക്ക് അവരുടെ ഫോറസ്റ്റും വന്യജീവി സങ്കേതവും. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കാണ് നീങ്ങിയിട്ടുണ്ടാകാൻ സാധ്യത. അപ്പൊ അതൊരു ആശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങോട്ടേക്കാ പോകുന്നെങ്കിൽ പിന്നെ അതെ, പറയാൻ പറ്റില്ല. അതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ആശങ്കകളുണ്ട്. പക്ഷെ അതേസമയം ഇവിടുത്തെ വനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. അവർ പറഞ്ഞത് ഒരു 3 കിലോമീറ്റർ ഇവിടെ നിന്ന് കർണാടക ഡയറക്ഷനിലേക്ക്, അതായത് നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ ഡയറക്ഷനിലേക്ക് നീങ്ങിയാൽ അത് സുരക്ഷിതമാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ നിരീക്ഷണം, സിഗ്നൽ ലഭ്യമാണ്, അതുകൊണ്ട് നിരീക്ഷണം തുടരും. ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്.